ഭക്ഷണത്തിനെ പറ്റി പറയാറുണ്ട്. പലപ്പോഴും ഞാൻ തന്നെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വേണം നമ്മളത് വാങ്ങാൻ. അതേ സമയത്ത് ഈ ക്ലീനിങ് സാധനങ്ങളുടെയൊക്കെ ലേബൽസ് പൊതുവെ ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോഡിക്ക് താഴെ വരുന്നതല്ല. അതുകൊണ്ട് ആ റെഗുലേറ്ററി ബോഡി ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനൊന്നും ഒരു യൂണിവേഴ്സൽ മീനിങ്ങും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ എല്ലാ സാധനങ്ങളിലും, എല്ലാ ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിലും കാണുന്ന ഒന്നാണ് സെന്റ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ്. നല്ല മണം ഉണ്ടാവണം. ഈ മണത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന പല കെമിക്കലുകളും ആണല്ലോ അതിന് മണം കൊടുക്കുന്നത്. ഈ മണം കൊടുക്കുന്നതുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സെഷന്റെ പ്രത്യേകത സാധാരണ ഹെൽത്തുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തതാണ് അല്ലെ. നമുക്കൊക്കെ ഓൾറെഡി ഒരു ക്ലീനിങ് ചിന്താഗതി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത്. മനുഷ്യന്റെ പ്രത്യേകത തന്നെ അതാണ്. മൃഗങ്ങളും ഉണ്ട്. മൃഗങ്ങൾ അങ്ങനെ ഒരു രീതിയിലേക്ക്, നല്ല ജീവിത രീതിയിലേക്ക് പോകുന്നില്ലെന്നല്ല. പക്ഷെ അതിനുവേണ്ടി പ്ലാൻ ചെയ്യാനും അതിനുവേണ്ടി പ്രത്യേക തരത്തിലുള്ള ക്ലീനിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാനും ഒക്കെ നമ്മളെ മനുഷ്യർക്ക് നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട്, നമ്മുടെ കൈകാലുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ക്ലീനിങ്ങിന് സേഫ് ആണോ എന്നുള്ളതിലേക്കാണ് ഇന്നത്തെ ചോദ്യം. ഓക്കെ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ നിത്യോപയോഗത്തില് നമ്മളുടെ ഒരുപക്ഷെ വീട്ടിലും ഓഫീസിലും ഒക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ക്ലീനിങ് സാധനങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്നുള്ളതാണ് ചോദ്യം. അത് തന്നെ ഒരുപക്ഷെ ഒരു ഡിറ്റർജന്റ് ബോംബായിട്ട് മാറുന്നില്ലേ എന്നുള്ള ഒരു സംശയത്തിലേക്കാണ് ഞാൻ എത്തിക്കുന്നത്. ആദ്യമേ അത് പറഞ്ഞിട്ട് ഒരു ഡിസ്ക്ലൈമറോട് കൂടിയിട്ട് തന്നെ തുടങ്ങാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനിയെങ്കിലും അവെയർ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രകൃതി എത്രത്തോളം ദുഷിച്ചതാവുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ശരീരവും ദുഷിച്ചതായിക്കൊണ്ടിരിക്കും അല്ലെ. ഒരു പ്രകൃതിയും ഒരു പുരുഷനും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നല്ല ആരോഗ്യം ഉണ്ടാവുക. അതുകൊണ്ടാണ് നാച്ചുറൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ കൂടുതൽ സ്വാധീനമുള്ളതും. പ്രകൃതി എത്രത്തോളം നന്നാക്കി വെക്കാൻ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിൽ വെക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമുക്ക് നല്ലതായിരിക്കും. എന്തൊക്കെയാണോ നമ്മുടെ പ്രകൃതിക്ക് ദഹിപ്പിക്കാൻ പറ്റുന്നത്, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണോ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നമ്മുടെ ശരീരത്തിനും ആ ഒരു രീതിയിൽ തന്നെ പറ്റും. ഒരുപക്ഷെ ആയുർവേദത്തിലോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ശരീരത്തിന്റെ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശരീരത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഈ ശരീരത്തെക്കുറിച്ച് പറയുന്നത് തന്നെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്നാണ്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ ഏതാണെന്നും പഞ്ചഭൂതങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഈ പ്രകൃതി തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീനിങ് സാധനങ്ങളുടെ, വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. സോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ ജീവിതത്തില് ഒരു ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് റീപ്ലേസ് ചെയ്ത് പുതിയ പുതിയ സാധനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെ. ഒരുവിധം എല്ലാ സാധനങ്ങളും പറ്റും. ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ചും ജീവിക്കാൻ ആവശ്യമുള്ള ഭക്ഷണം, വെള്ളം അല്ലെങ്കിൽ ഷെൽട്ടർ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പറയുന്നത് അല്ലെ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഒരുപക്ഷെ പറ്റില്ല. എന്നാൽ ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ബെറ്റർ പ്രൊഡക്ട്സിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരുപക്ഷെ മുമ്പൊക്കെ വാഷിംഗ് പൗഡർ മാത്രം വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്നിപ്പം വാഷിംഗ് ലിക്വിഡ് എത്തിയിരിക്കുന്നത് അല്ലെ. വളരെ നോർമൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിലൊക്കെ ഇംപ്രൂവൈസിങ് ആയിട്ട് പുതിയ പുതിയ ടെക്നോളജി ഒക്കെ വെച്ചിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് അതിൽ നിന്ന് വരുന്ന ആ ബോംബിന്റെ ഒരുപക്ഷെ സ്വീകാര്യതയല്ല ഞാൻ പറയുന്നത്. ബോംബിന്റെ ആ ഒരു ത്രെട്ട് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. എന്താണ് ആ ത്രെട്ട്? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന് ഇത് ത്രെട്ടായി വരുന്നത് പോലും നമ്മൾ അതിന് വളരെ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ ഒബ്സസീവ് ആയിട്ട് ക്ലീനിങ്ങിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ പലതരത്തിലുള്ള മെഷീനുകളും പലതരത്തിലുള്ള ഹാൻഡ് വാഷ് എന്നൊക്കെ മാറിയിട്ട് ഇപ്പം മെഷീൻ വാഷ് തന്നെ, അതും ഒരുപക്ഷെ ഫ്രണ്ട് ലോഡിങ്ങും ടോപ്പ് ലോഡിങ്ങും അതിന്റെ തന്നെ സ്പെസിഫിക് കാറ്റഗറിയിലൊക്കെ പോയി തുടങ്ങി. അതുപോലെ തന്നെ ഡിഷ് വാഷർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ ഉപയോഗിക്കുന്ന സെന്റ് പോലും അല്ലെ, ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ഡേർട്ടിന്റെ അംശം കൂടി ഉണ്ടെങ്കിൽ അത് പോയിട്ട് അവിടെ ഒരു ഫ്രഷ്നെസ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് റൂം ഫ്രഷ്നെസ് വരെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, റൂമിൽ മാത്രമല്ല കാറിലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സസീവ് ആയിട്ടുള്ള നമ്മുടെ ഈ ക്ലീനിങ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രഷ്നെസ് തേടിയുള്ള നമ്മുടെ ഈ പോക്ക് ഒരുപക്ഷെ നമ്മുടെ വെള്ളം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്നത് മാത്രമല്ല പുറത്ത് പ്രകൃതിയിൽ ഒഴുകുന്ന വെള്ളം ആയാലും ശരി, അതുപോലെ തന്നെ മറ്റു പല ഭക്ഷണം പോലെയുള്ള മറ്റു പല കാര്യങ്ങളിലേക്കും അത് എത്തിത്തുടങ്ങിയിട്ടുണ്ട്.
അതിന്റെ പലതരത്തിലുള്ള റിസൾട്ടും ഇന്നിപ്പോ ഫൈറ്റോ ഈസ്ട്രജൻ അല്ലെങ്കിൽ മറ്റ് ഇന്നിപ്പം ഈസ്ട്രജൻ ടോക്സിൻസ് വരുന്നതിനൊക്കെ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് ഈ ഇതിനെ ഇത്രമാത്രം കാര്യമായിട്ട് നോക്കാനുള്ള കാരണം? അതിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ക്ലീനിങ് സാധനങ്ങളുടെ ഒക്കെ കണ്ടന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നുണ്ടാവും. ഒന്ന്, അതിനൊക്കെ ഒരു നല്ല സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സെന്റുകൾ ഉണ്ടാവും. സർഫക്റ്റന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ താലേറ്റ്സ്, 1,4-ഡയോക്സിൻ, ബ്ലീച്ച്, ഫോർമാൽഡിഹൈഡ്, നോണിൽ ഫിനോൾ എത്തോക്സിലേറ്റ്സ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഭക്ഷണത്തിനെ പറ്റി പറയാറുണ്ട്, പലപ്പോഴും ഞാൻ തന്നെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വേണം നമ്മളത് വാങ്ങാൻ. അതേ സമയത്ത് ഈ ക്ലീനിങ് സാധനങ്ങളുടെയൊക്കെ ലേബൽസ് പൊതുവെ ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോഡിക്ക് താഴെ വരുന്നതല്ല. അതുകൊണ്ട് ആ റെഗുലേറ്ററി ബോഡി ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനൊന്നും ഒരു യൂണിവേഴ്സൽ മീനിങ്ങും ഉണ്ടാവില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കോമൺ ലാംഗ്വേജ് അതിനകത്ത് ഇല്ലെങ്കിൽ നമ്മൾ പൊതുവെ കൺഫ്യൂസ് ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളത് വായിക്കാതിരിക്കുകയും ചെയ്യും. ഇതാണ് പൊതുവെ ഉണ്ടാവുന്നത്. എന്നാലും ഈ കാറ്റഗറിയിൽ വരുന്ന ചില സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയാം. സാധാരണഗതിയിൽ എല്ലാ സാധനങ്ങളിലും, എല്ലാ ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിലും കാണുന്ന ഒന്നാണ് സെന്റ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ്. നല്ല മണം ഉണ്ടാവണം. ഈ മണത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന പല കെമിക്കലുകളും ആണല്ലോ അതിന് മണം കൊടുക്കുന്നത്. ഈ മണം കൊടുക്കുന്നതുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സ് ആണ്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട്. ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്തേക്ക് പലതരത്തിലുള്ള ടോക്സിൻസ് കെമിക്കൽ ഫോമിൽ തന്നെ കയറുമ്പോൾ അതിനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശരീരം പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കും. അതിലൊന്നാണ് റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്ത് ഇൻഫ്ലമേഷൻ വരുന്നത്. മീൻസ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇതുകൊണ്ട് എന്താണ് നമുക്ക് പെട്ടെന്ന് അറിയപ്പെടുന്ന ഒരു കാര്യമാണ് ശ്വാസതടസ്സം, അല്ലെ? ഈ കോമൺ ആയിട്ട് പറയുന്ന പല സെന്റുകളും ഫ്രാഗ്രൻസുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാർസിനോജൻസ് ആണ്, അല്ലെങ്കിൽ ഹോർമോൺ ഡിസപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർമോണിന്റെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്താൻ കഴിവുള്ളവയാണ്. ഈവൻ റീപ്രൊഡക്റ്റീവ് അവയവങ്ങളെ ബാധിക്കുന്ന ടോക്സിക്കൻസും അതിനകത്ത് ഉണ്ടാവാം. ഇതൊക്കെ അക്വാറ്റിക് ടോക്സിക്കൻസ് എന്ന് പ്രത്യേകിച്ച് പറയാനില്ല, കാരണം വെള്ളത്തിൽ ലയിച്ചു പോകുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ജലാശയങ്ങളെ മലിനമാക്കാൻ കെൽപ്പുള്ളതാണ്. 3000-ലധികം കെമിക്കൽസ് ഉണ്ട്. ഈ 3000-ലധികം കെമിക്കൽസ് ഫ്രാഗ്രൻസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് 900 എണ്ണവും പൊട്ടൻഷ്യലി ഹാംഫുൾ ആണെന്ന് ഓൾറെഡി പലതരത്തിലുള്ള കെമിക്കൽ ടെസ്റ്റുകളും കഴിഞ്ഞിട്ട് പല സ്റ്റഡികളും ലാബ് റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റിൽ അതിനെ ഒരു യൂണിവേഴ്സൽ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് ഉപയോഗിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറ്റിയിട്ടില്ല. മറ്റൊന്നാണ് സർഫക്റ്റൻസ്. സർഫക്റ്റൻസിന്റെ പ്രധാന പർപ്പസ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കൂടെ മറ്റൊരു സാധനം കൂടി വരുമ്പോൾ അവിടെയാണല്ലോ ക്ലീനിങ് പർപ്പസ് നടക്കുന്നത്. ശരിയായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക. അപ്പൊ ഈ വെള്ളത്തിന് നമ്മുടെ ആ സർഫസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തനാക്കുകയാണ് ചെയ്യുന്നത് സർഫക്റ്റന്റ്. അതിന് വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ എടുത്ത് കളയണം, അപ്പോഴേ അത് പറ്റുള്ളൂ. വെള്ളം ഒരു തുള്ളിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന് സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ട് ആ ഡ്രോപ്പിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സ്പ്രെഡ് ആവും. ഈ സ്പ്രെഡബിലിറ്റി കാരണമാണ് നമുക്ക് ക്ലീനിങ് കുറച്ചുകൂടി എളുപ്പമാവുന്നത്, അല്ലെ? സോപ്പ് വെള്ളം നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു തുള്ളിയായിട്ട് നിൽക്കാൻ സാധ്യതയില്ല. അതൊരു ഫോമായിട്ട്, ഒരു സ്പോഞ്ചി ഫോമായിട്ടാണ് പൊതുവെ നിൽക്കുന്നത്, അല്ലെ? ഈ സർഫക്റ്റന്റ് ഒരുപക്ഷെ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിന്, പ്രത്യേകിച്ചും റെസ്പിറേറ്ററി ട്രാക്റ്റില് മ്യൂക്കസ് മെംബ്രെയിനിന് ഹാംഫുൾ ആവുന്ന രീതിയിലാണ് ഉള്ളത്. അത് ഒട്ടുമിക്ക സർഫക്റ്റൻസും ആ രീതിയിൽ തന്നെയാണ്. കോമൺലി ഉപയോഗിക്കുന്ന സർഫക്റ്റന്റ് ഒരുപക്ഷെ പെട്രോളിയം ഡിസ്റ്റിലേറ്റ് അല്ലെങ്കിൽ നാഫ്ത, ഫിനോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഈ വെള്ളവും നേരത്തെ തുണിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് സർഫസും ക്ലീൻ ചെയ്യുമ്പോഴും സർഫക്റ്റന്റിന്റെ ഉപയോഗം ഉണ്ടാവും പ്രത്യേകിച്ച്. അപ്പൊ ഈ നേരത്തെ രണ്ട് സാധനങ്ങളും, വെള്ളവും അതുപോലെ തന്നെ ഈ തുണിയാണെങ്കിൽ തുണിയുടെ ഉദാഹരണം എടുക്കാം, തുണിയും തമ്മിൽ സാധാരണ അത്ര പെട്ടെന്ന് മിക്സ് ആവാതിരുന്നു കഴിഞ്ഞാൽ സർഫക്റ്റന്റ് യൂസ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ മിക്സ് ആയി അല്ലെങ്കിൽ തുണിയിലേക്ക് വെള്ളം അബ്സോർബ് ആയിട്ട് നമുക്ക് ക്ലീനിങ് എളുപ്പമാക്കും. അതാണ് ഇതിന്റെ ഉപയോഗം. സോ ഇതിനകത്ത് ഈവൻ ഫീനോൾസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനകത്ത് പെർമിയേറ്റ് ചെയ്യാം. മീൻസ് സ്കിന്നിനകത്തേക്ക് അത് കയറി പോയിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരു സാധനമാണ്. അത് ഡാമേജ് ചെയ്യുകയും ചെയ്യാം, സ്കിന്നിനെ ഡാമേജ് ചെയ്യാം. സ്കിന്നിനെ ഡാമേജ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാക്കും, അല്ലെ? സോപ്പ് അലർജിയുള്ള ഒരുപാട് പേരുണ്ട്. മറ്റൊരു കണ്ടന്റ് ആണ് 1,4-ഡയോക്സൈൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാനുഫാക്ചർ ആഡ് ചെയ്യുന്ന ഒരു സാധനമല്ല. എന്നാൽ പലതരത്തിലുള്ള കെമിക്കൽ പ്രോസസ്സ് നടക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു ക്ലീനിങ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഉണ്ടാകപ്പെടുന്ന ഒരു സാധനമാണ്
1,4-dioxane. ഒരുപാട് ടെസ്റ്റുകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. 2018 തന്നെ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. 1,4-dioxane ലോണ്ടറി പ്രൊഡക്ട്സിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സ്റ്റിൽ ഇറ്റ് ഈസ് ദർ. അതിനെ പറ്റിയിട്ട് വളരെ എക്സാമ്പിൾ ആയിട്ടുള്ള ഈവൻ അതിന്റെ സ്റ്റഡീസ്, പല സ്റ്റഡി റിപ്പോർട്ടുകളും ഇപ്പോൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കാണാനില്ല. ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സാധനം 1,4-dioxane എന്ന് പറയുന്നത് ഒരു കാർസിനോജൻ ആണ്, അതുപോലെ തന്നെ ഒരു ന്യൂറോടോക്സിൻ ആണ്. ഇത് കിഡ്നി, ലിവർ അതുപോലെയുള്ള മറ്റു ഓർഗൻ ഡാമേജസ് ഉണ്ടാക്കാം. പോരാതെ നമ്മുടെ സ്കിൻ ഇറിറ്റേഷനും ഐ ഇറിറ്റേഷനും ഒക്കെ കാരണമാവുകയും ചെയ്യും. മറ്റൊരു കെമിക്കലാണ് താലൈറ്റ്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ കെയർ അല്ലെങ്കിൽ ഡെയിലി യൂസ് ആയിട്ടുള്ള മറ്റു പല പ്രൊഡക്ട്സിലും ഓൾറെഡി താലൈറ്റ്സ് വളരെ കൂടുതലുണ്ട്. ഇത് അതിന്റെ ഒരു സ്മെല്ല് കൂടുതൽ കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ഒരു പക്ഷെ പ്രിസർവേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് കൂടുതൽ സമയം നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ താലൈറ്റ്സുമായിട്ട് നമ്മൾ കൂടുതൽ കാലം എക്സ്പോസ് ആയിരിക്കും, നമ്മുടെ ശരീരം എക്സ്പോസ് ആയിരിക്കുമ്പം അതുകൊണ്ട് പലതരത്തിലുള്ള അലർജിക് കാര്യങ്ങളും ഉണ്ടാവും, ഇൻക്ലൂഡിങ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം, ജെനിറ്റൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏർലി പ്യൂബർട്ടിയോ ഈവൻ നോർമൽ ആയിട്ടുള്ള പ്യൂബർട്ടിയോ ഒന്നും ഇല്ലാതെ ഇരിക്കാം, തൈറോയിഡ് ഫംഗ്ഷൻ ഇറഗുലർ ആവാം, പലതരത്തിലുള്ള എൻഡോക്രൈൻ ഫംഗ്ഷൻസിനെയും അത് ഡിസ്റ്റർബ് ചെയ്യും. താലൈറ്റ്സ് വളരെ കൂടുതലായിട്ട് നമ്മൾ അതുമായിട്ട് ക്ലോസ് കോൺടാക്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ഈവൻ നമ്മുടെ അതൊരു കോമൺ റീപ്രൊഡക്റ്റീവ് ടോക്സിൻ ആണെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്നതല്ലേ, സോപ്പ് അല്ലെങ്കിൽ പേസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ പോലും, അതിനൊക്കെ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവാം. എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് ആയിട്ടുള്ള പല കെമിക്കൽസും ഈ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലിങ്ക് ഉണ്ടെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഒരുപക്ഷെ ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ മറ്റു ഫേസ് ക്രീമുകളും മാത്രമല്ല, ഇൻക്ലൂഡിങ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോപ്പ് പോലും നല്ലതല്ലേ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ബ്ലീച്ചിനെ പറ്റി ഓൾറെഡി നമുക്ക് പല രീതിയിലും അറിയുന്നതായിരിക്കും അല്ലെ. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്ന ഒരു കോമൺ ഐറ്റം ഉള്ളതുകൊണ്ട് പൊതുവെ അത് വൈറ്റൻ ചെയ്യും, അതുപോലെ തന്നെ അൾട്രാ ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ അത് ഇതുവരെ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ ബ്രാൻഡ് ന്യൂ ആയിട്ട് തന്നെ അതിനെ നമുക്ക് കാണാൻ പറ്റും ഒരു സാധനം ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെയാണ് പൊതുവെ അതിനെപ്പറ്റി പറയുന്നത്. ഒത്തിരി ആഡുകളും ഉണ്ട് ആ ഒരു രീതിയിൽ തന്നെ. കാരണം അത് സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യും പെട്ടെന്ന് തന്നെ. ക്ലോത്ത്സ് മാത്രമല്ല, ഈവൻ നമ്മുടെ കമ്മോഡിൽ നിന്നൊക്കെ സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഡിസിൻഫെക്റ്റന്റും ആയിട്ട് അത് വർക്ക് ചെയ്യും. ഓക്സിഡേഷൻ പ്രോസസ്സ് കാരണം അത് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും വൈറ്റൻ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് അത് പ്യൂർലി ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ പുത്തനായിട്ട് ഉണ്ടാവും. പക്ഷെ ഇത് ആ ഫാബ്രിക്കിനെ, തുണിയാണെങ്കിൽ തുണിയെ തന്നെ ഡാമേജ് ചെയ്യാനോ, അല്ലെങ്കിൽ കമ്മോഡ് പോലെയുള്ള അല്ലെങ്കിൽ ടൈൽ പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ അതിന്റെ ആ ഒരു മേ ബി മുകളിലത്തെ ഒരു ലെയർ തന്നെ പല കെമിക്കൽ റിയാക്ഷൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട് അല്ലെ. തീർച്ചയായിട്ടും അത് കണ്ണിനും സ്കിന്നിനും ഒക്കെ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു സാധനമാണ്, കറക്റ്റ് ആയിട്ട് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ. നോണിൽ ഫീനോൾ എത്തോക്സിലേറ്റ്സ് അല്ലെങ്കിൽ NPE എന്ന് പറയും. ഇതൊരു കോമൺലി യൂസ്ഡ് സർഫക്റ്റന്റ് ആണ്. എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ എന്നുള്ള രീതിയിൽ ഇതിനെ നോക്കുമ്പോൾ എല്ലാ ഹോർമോൺസിനെയും ഇമ്പാക്ട് ചെയ്യും. പ്രത്യേകിച്ച് മെയിൽ ഇൻഫെർട്ടിലിറ്റിക്കുള്ള ഒരു കാരണമാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേം കൗണ്ടും സ്പേം മോട്ടിലിറ്റിയും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി പൊതുവെ പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്ഥിരമായിട്ടുള്ള യൂസ് ഒരു പക്ഷെ ഓവറോൾ ഹെൽത്തിനെ ബാധിക്കുന്ന മാത്രമല്ല, ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അത് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് കാർസിനോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ക്യാൻസർ കോസിംഗ് കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ കെമിക്കൽ ശരിക്കും നമ്മുടെ ലൈഫ് മാത്രമല്ല, പൊതുവെ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള ചെറിയ ഇടങ്ങളുടെ ജീവിതം പോലും വല്ലാത്ത രീതിയിൽ ഇമ്പയർ ചെയ്യുന്നുണ്ട്, അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ റീപ്രൊഡക്ഷൻ, അവരുടെ സർവൈവൽ, ഇതിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ NPEs എത്തിയിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ടും പല സ്റ്റഡീസും ഓൾറെഡി വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അല്ലെ. ഫോർമാൽഡിഹൈഡ് ഒരു ലോ കോസ്റ്റ് പ്രിസർവേറ്റീവ് ആണ്. നമ്മൾ ഇതിനെപ്പറ്റി ഒരു പക്ഷേ കേട്ടിരിക്കുന്നത് മീൻ കൂടുതൽ കാലം ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നൊക്കെ ദൂരങ്ങളിൽ നിന്ന് വരുന്ന മീൻ ഫ്രഷ് ആയിട്ടിരിക്കാൻ ഫോർമാൽഡിഹൈഡ് യൂസ് ചെയ്യാറുണ്ടെന്ന് പണ്ട് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ബട്ട് ഈ ഒരു ലോ കോസ്റ്റ് പ്രിസർവേറ്റീവ് ഒരു ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആയിട്ട് മാത്രമല്ല വർക്ക് ചെയ്യുന്നത്.
നമ്മുടെ ക്ലീനിങ് ലിക്വിഡ്സിൽ ഇത് അങ്ങനെ ഒരു ഇന്റന്റഡ് പ്രൊഡക്റ്റും അല്ല. അതൊരു മാനുഫാക്ചറിംഗിലത്തെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഒരു പക്ഷെ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമങ്ങൾ കാണാത്തത് കൊണ്ട് അത് നമ്മുടെ ക്ലീനിങ് പ്രൊഡക്ട്സിൽ ഉണ്ട്. ആൻഡ് ഈവൻ അതൊരു പ്രിസർവേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആയിട്ടോ യൂസ് ചെയ്യാം. കാരണം ബാക്ടീരിയ എവിടെ വരുന്നത്? വെള്ളമുള്ളിടത്ത് വരും അല്ലെ. നമ്മുടെ പൊടികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? വെള്ളം ഉണ്ടാവാൻ പാടില്ല. സർഫ് പോലെയുള്ള പൊടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ അത് ശരിക്കും സെല്ലാവണമെങ്കിൽ മാനുഫാക്ചറർ അത് ഒന്നുകിൽ അതിനകത്ത് വാട്ടർ റിമൂവ് ചെയ്യാൻ, മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. അപ്പോഴേ അത് ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ട് വരുള്ളൂ. അതുപോലെ ഈ ഒരു സാധനം ഫോർമാൽഡിഹൈഡ് നമ്മുടെ ശരീരത്തിൽ റെസ്പിറേറ്ററി ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് അലർജി പ്രോബ്ലംസ്, ഈവൻ എക്സിമ പോലെയുള്ള സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരുത്തനാണ് ഫോർമാൽഡിഹൈഡ്. ഓക്കെ, ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ മേ ബി ഒരു 10-50 വർഷം മുമ്പുള്ള സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രമാത്രം വെറൈറ്റി ആയിട്ടുള്ള ഇത്രമാത്രം ഫ്രഷ്നെസ്സോട് കൂടിയിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ മറ്റ് സോപ്പ് പൊടികളോ ക്ലീനിങ് ഏജൻസോ നമുക്ക് കിട്ടാൻ സാധ്യത കുറവായിരുന്നു. ഇന്നിപ്പോഴ് കോസ്റ്റ് കുറഞ്ഞിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫ്രഷ്നെസ്സോട് കൂടിയിട്ടുള്ള സാധനങ്ങൾ വരണം എന്നുള്ളൊരു മാർക്കറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ഇടയിലും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനൊരു പക്ഷേ ഇതൊക്കെ ആയിരിക്കാൻ കാരണം ഇത്തരം ടോക്സിൻസ് ഓംനി പ്രസന്റ് ആണ്. എവിടെ നോക്കിയാലും കാണാം. വെള്ളത്തിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒഴുക്കി വിടുന്ന വെള്ളം ഏത് അഴുക്ക് ചാലിൽ പോയാലും അവിടെ നിന്ന് ഏതോ ഒരു ജലാശയത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് മണ്ണിലേക്ക് ലയിച്ച് തീരാൻ പറ്റുന്നതായിരിക്കണം. എല്ലാം അങ്ങനെ മണ്ണിലേക്ക് ലയിച്ചു തീർന്നു കഴിഞ്ഞാൽ മണ്ണ് ദുഷിച്ചതാവും. ഭക്ഷണത്തില് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഒരുപക്ഷെ വെജിറ്റബിൾ വാഷർ പോലെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഡിഷ് വാഷിന് ഉപയോഗിക്കുന്ന, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ക്ലീനിങ് ലിക്വിഡ്, അതിനും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ആ സ്റ്റീൽ പാത്രം രാവിലെ ഒന്ന് വെയിലത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ വെള്ളത്തിന്റെ അവിടെ മാത്രം മാർക്കുകൾ വരുന്നുണ്ടോ, വൈറ്റ് പാച്ചസോ അല്ലെങ്കിൽ വൈറ്റ് മാർക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ആ വെള്ളം അതിനെ പൂർണ്ണമായിട്ടും കഴുകി കളഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. സോപ്പ് പൊടിയെ അല്ലെങ്കിൽ ആ ഡിഷ് വാഷിന് ഉപയോഗിക്കുന്ന പൊടി എന്താണെങ്കിലും അതിന്. അതേസമയത്ത് ഒരുപക്ഷെ ഇന്നിപ്പോഴ് ലിക്വിഡ് സോപ്പിന് ഉപയോഗം കൂടുതൽ വന്നിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും. എന്നാലും അതിനുള്ളിലത്തെ കണ്ടന്റ് സെയിം ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഇനഫ്, നല്ലതല്ല. എയർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വായുവിൽ എന്തായാലും തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് വായുവിലുള്ള ഡസ്റ്റുമായിട്ട് മിക്സപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വായുവിലുള്ള മറ്റു കണികകളുമായിട്ട് മിക്സപ്പ് ആയിട്ട് അത് നമ്മുടെ ലങ്സിലേക്കും വരാൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഈവൻ നമ്മുടെ ഭക്ഷണത്തിലേക്കും വന്നിരിക്കാൻ അതിന് പറ്റും. നമ്മൾ മാത്രമല്ല, ഈ വായുവിൽ തന്നെ പലതരത്തിലുള്ള മൈക്രോ ജീവികളും അല്ലെങ്കിൽ ഈച്ച പോലെയുള്ള വലിയ ജീവികളും ഒക്കെ ഉണ്ട്. ഇതിനു മുകളിലും ഒക്കെ ഇത്തരം ടോക്സിൻസ് എത്തിപ്പെടാം. ഇത് എത്തിപ്പെടുന്നത് കൊണ്ട് തന്നെ അത് എവിടെ വേണമെങ്കിലും നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ എവിടെ വേണമെങ്കിലും എത്താം എന്നുള്ളതാണ് കറക്റ്റ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തുള്ള വായുവില് ബിൽഡിംഗ് മെറ്റീരിയലുകൾ കൊണ്ട് സാധാരണ വളരെ കൂടുതലായിട്ട് ഇത്തരം ടോക്സിൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ബിൽഡിംഗ് മെറ്റീരിയലിനേക്കാൾ കൂടുതലായിട്ട് ഇന്ന് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ എക്സസീവ് ആയിട്ടുള്ള ഒബ്സസീവ് ആയിട്ടുള്ള നമ്മുടെ ഈ ക്ലീനിങ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രഷ്നെസ് തേടിയുള്ള റൂം ഫ്രഷ്നറും ഒക്കെ തേടിയിട്ടുള്ള പോക്ക് അതിനൊരു കാരണമാകുന്നുണ്ട്. സോ ഒരു ഒറ്റ ഒരു കോഷണറി വേർഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ വേണ്ടൂ ഒരു ടോക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്താൻ. മേ ബി ഒരു 26 സെക്കൻഡ് കൊണ്ടെത്തും. അത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനകത്ത് കൂടെ ഈ ടോക്സിൻസ് കയറുമെങ്കിൽ നമ്മൾ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സമയം എത്രയാണ്? നമ്മൾ പോട്ടെ, നമ്മൾ പിന്നെയും കുറച്ച് വലിയവരാണ്, ഇതൊക്കെ ശീലിച്ചവരാണെന്ന് പറയാം. നമ്മുടെ കൊച്ചു കുട്ടികൾ അല്ലെ, നമ്മൾ അവരെ കൊണ്ട് പല കാര്യങ്ങളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ അവർ കളിക്കാൻ നിൽക്കുമ്പോഴോ ഒക്കെ നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവാറില്ല. അവരുടെ സ്കിൻ കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. അവരുടെ സ്കിന്നിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള ടോക്സിക് എഫക്റ്റ് വളരെ കൂടുതലല്ലേ. ഇന്ന് കുട്ടികളിലാണ് വളരെ കൂടുതൽ സ്കിൻ അലർജിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നത്. കുട്ടികളിലാണ് ഹോർമോൺ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് അതിനൊരു കാരണം തന്നെയാവാം. പ്രധാനപ്പെട്ട എല്ലാ ടോക്സിൻസും നമ്മുടെ ശരീരത്തിലേക്ക് കോൺടാക്റ്റിൽ വരുന്നത് ഒന്ന് സ്കിൻ, ഏറ്റവും വലിയ ഓർഗനാണ് ശരീരത്തിലെ. രണ്ടാമത്തത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, വായയിൽ കൂടി നമ്മൾ എന്തൊക്കെ കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഈ മ്യൂക്കസ് മെംബ്രെയിനോ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊന്നാണ് കണ്ണും ചെവിയും.
ഇതിനൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ വയ്ക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ ആണോ ഇത്രയും കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ? സോ എന്താണ് ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ചോയ്സ്? ഒരു പക്ഷേ ഞാൻ കുറെ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ചില കാര്യങ്ങളിൽ ഒന്ന് US EPA സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നത് US EPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. സർട്ടിഫിക്കേഷൻസ് ഫോർ ടെക്നീഷ്യൻസ്, സർവീസ് ലൊക്കേഷൻസ്, അതുപോലെ തന്നെ ലാബോറട്ടറി പ്രോഡക്ട്സ്, ഇതിനൊക്കെ ഇവർ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എക്കോ ഫ്രണ്ട്ലി എന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടി ഹയർ കാറ്റഗറിയിലേക്ക് എത്തിച്ചു. മറ്റൊന്നാണ് സേഫർ ചോയ്സ് എന്ന് പറയുന്നത്. ഇതും അഗൈൻ US EPA റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതാണ്. US EPA സേഫർ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് അത് ഒരു ഹയർ കാറ്റഗറി തന്നെയാണ്. പെർട്ടിക്കുലർലി ജസ്റ്റ് ഒരു ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് അതവിടെ തീരില്ല. ആക്ച്വലി ഇതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫോർ ദ എൻവയോൺമെന്റ് DFE, ഡിസൈൻ ഫോർ ദ എൻവയോൺമെന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഹയർ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന പല ക്ലീനിങ് ലിക്വിഡ്സും ഇന്ന് ഇന്ത്യയിലും അവൈലബിൾ ആണ്. ചീപ്പാണോ ബെസ്റ്റ് ആണോ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാം നമുക്ക് അങ്ങനെ പോസിബിൾ ആയി എന്ന് വരില്ല. മറ്റൊന്നാണ് ബയോകെസ്റ്റ് ഫോർമുല. ബയോകെസ്റ്റ് ഫോർമുല അഗൈൻ ഇറ്റ്സ് സംതിങ് ഹൈ. നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ അറിയുമ്പോഴും തീർച്ചയായിട്ടും ഈ ഒരു ഫോർമുല കൂടി നമ്മൾ അറിയുന്നത് നല്ലതാണ്. എന്താ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോഡിഗ്രേഡബിൾ ആയിരിക്കും. നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ടോ അത് ജസ്റ്റ് ആ ലിക്വിഡിനെ പറ്റി, ഞാനിപ്പോൾ ഒരു ലിക്വിഡ് സോപ്പിനെ പറ്റി പറയുന്നെങ്കിൽ ലിക്വിഡിനെ പറ്റി മാത്രമല്ല, അത് വരുന്ന ആ ഒരു ബോട്ടിൽ പോലും എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ അത് ബയോഡിഗ്രേഡബിൾ ആയി മാറുന്നുണ്ടോ? വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ഈവൻ സർഫക്റ്റന്റ് പോലും ബയോഡിഗ്രേഡബിൾ ആണോ, ജസ്റ്റ് ഒരു കെമിക്കൽ ആണോ, അല്ല നാച്ചുറൽ ഫ്രണ്ട്ലി ആണോ എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് കോൺസെൻട്രേറ്റഡ് ഫോം. എന്താണ് ഈ കോൺസെൻട്രേറ്റഡ് ഫോമിനെ കൊണ്ടുള്ള പ്രധാന ഗുണം? സാധാരണ ഒരു സാധനം കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്തിച്ച് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റും എന്നല്ലേ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡിനകത്ത് ഉള്ള വെള്ളം അല്ലെങ്കിൽ ആ ക്ലീനിങ് ഏജന്റ് അത് ആക്റ്റീവ് ഫോമിലായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ഡൈല്യൂഷൻ ഏജന്റ് ഉപയോഗിച്ചിട്ട് ഈ ആക്റ്റീവ് ഏജന്റിനെ നമുക്ക് വളരെ എക്കണോമിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു സാധനം ഡൈല്യൂഷൻ ഏജന്റും അതുപോലെ തന്നെ ആക്റ്റീവ് ഏജന്റും രണ്ടും ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ, അതിന് ഞാനൊരു ചെറിയ എക്സാമ്പിളോട് കൂടിയിട്ട് പറയാം. സപ്പോസ് ഞാനൊരു 100 ml ക്ലീനിങ് ലിക്വിഡ് വാങ്ങിക്കുന്നു, എന്നിട്ട് എൻ്റെ വീട്ടിലുള്ള മേ ബി ഒരു 10 ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ട് എനിക്കതിനെ വളരെ കൂടുതൽ കാലം അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് അതിനെ മാറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് കേസ് 1. കേസ് 2 എന്ന് പറയുന്നത് ഞാൻ 10 ലിറ്റർ ക്ലീനിങ് ഏജന്റ് വാങ്ങിച്ചിട്ട് വരുന്നു, അതെന്റെ വീട്ടിൽ ഞാൻ 10 ലിറ്റർ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നു. ഇതിൽ ഏതാണ് സേഫ്, ഏതാണ് കൂടുതൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? ഒന്നാമത്തത്. എന്താ കാരണം എന്നറിയോ? എന്റെ വീട്ടിലുള്ള വെള്ളം ഞാൻ എന്തിന് വേറൊരു സ്ഥലത്ത് നിന്ന് പോയി വാങ്ങിച്ചിട്ട് വരണം? വെള്ളം ഇവിടെ ഡൈല്യൂഷൻ ഏജന്റ് ആണ്. അത് നമ്മുടെ ട്രാൻസ്പോർട്ടിങ് അതുപോലെ തന്നെ പാക്കേജിങ്, ഇതിന് രണ്ടിനുമുള്ള കോസ്റ്റ് കൂട്ടുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയലുകളോ ഒക്കെ അവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത് നമ്മുടെ ടൈം സേവ് ചെയ്യും, നമ്മുടെ പൈസ സേവ് ചെയ്യും, അതുപോലെ തന്നെ പാക്കേജിങ്ങും ട്രാൻസ്പോർട്ടേഷനും ബന്ധപ്പെട്ടിട്ട് നാച്ചുറൽ ഫ്രണ്ട്ലി ആയിരിക്കും, അല്ലേ? മറ്റൊന്നാണ് ഡെർമറ്റോളജിക്കലി ട്രസ്റ്റഡ്. സാധാരണഗതിയിൽ ഈ ഒരു വാക്ക് നമ്മൾ കേൾക്കാറുള്ളത് ഒരു പക്ഷേ കോസ്മെറ്റിക് കാറ്റഗറിയിലായിരിക്കും, അല്ലെങ്കിൽ ചില മരുന്നുകളെ പറ്റിയിട്ടായിരിക്കും. ഡെർമറ്റോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ടെസ്റ്റുകളും ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള അലർജിയും അല്ലെങ്കിൽ ഇറിറ്റേഷനും ഉണ്ടാക്കുന്നില്ലെന്ന് അർത്ഥം. ഇത്തരം പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ ബയോഗാസ് ഫോർമുലയോട് കൂടിയിട്ടുള്ള പല ക്ലീനിങ് ഏജന്റുകളും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് അറിഞ്ഞ് പോവുക, നമ്മൾ അതിനെപ്പറ്റി അവെയർ ആവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആവശ്യമാണ്. കാരണം ഇന്ന് ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളിലും കൊണ്ടുള്ള സൈഡ് എഫക്ട് ഇന്നത്തെ തലമുറയ്ക്കല്ല ഒരുപക്ഷെ ഉണ്ടാവുക, അത് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വളരെ വലിയ ദോഷം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും. ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരു കെമിക്കലിന്റെ ദോഷം മറയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു കെമിക്കൽ ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ശരിയായ അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. അവിടെ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു.